കർണാടകയിലെ ധർമ്മസ്ഥല കൊലപാതക പരമ്പര അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ച് സർക്കാർ. DGPയുടെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷിക്കും. ധർമ്മസ്ഥലയിൽ നിരവധി സ്ത്രീകളെ കുഴിച്ചിടാൻ സഹായിച്ചെന്ന ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ വിവാദമായതിന്റെ പശ്ചാത്തലത്തിലാണ് അന്വേഷണം. വിവരങ്ങളുമായി സരീഷ് PK ആണ് ചേരുന്നത്. സരീഷ്, രാജ്യം മുഴുവൻ നടുങ്ങിയ ഒരു സംഭവമാണ്. അതിലാണിപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുന്നത്. ഇക്കാര്യത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ വേണമെന്നുള്ളത് വനിതാ കമ്മീഷൻ അടക്കം അവിടെ ആവശ്യപ്പെട്ടിരുന്നു. നിലവിൽ എന്താണ് തീരുമാനം? കർണാടകത്തിലെ പ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രമാണ് ധർമ്മസ്ഥല. ആ ധർമ്മസ്ഥലം കേന്ദ്രീകരിച്ച് നിരവധി കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകളെയും പെൺകുട്ടികളെയും കൊലപ്പെടുത്തുകയും പിന്നീട് ഈ ക്ഷേത്രത്തിന് പരിസരത്ത് തന്നെ കാടുകളിലായി കുഴിച്ചിട്ടുണ്ട് എന്നായിരുന്നു ഈ ക്ഷേത്രത്തിലെ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ. അതിന്റെ അടിസ്ഥാനത്തിലാണ് വലിയ പ്രതിഷേധങ്ങൾ കഴിഞ്ഞ നാളുകളിലൊക്കെ ഉണ്ടായത്. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ കർണാടക സർക്കാർ തന്നെ ഈ സംഭവത്തിൽ അന്വേഷണം നടത്തണം, അത് DGPയുടെ നേതൃത്വത്തിൽ തന്നെ വേണം ഈ അന്വേഷണം നടത്താൻ എന്നൊരു നിർദ്ദേശം പുറപ്പെടുവിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് DGP P. മോഹിന്ദയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം ഈ സംഭവത്തിൽ അന്വേഷണം നടത്തണം എന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. അതിൽ പ്രധാനമായും പറയുന്നത് ഈ വെളിപ്പെടുത്തലിൽ ഏതെങ്കിലും തരത്തിലുള്ള അടിസ്ഥാനമുണ്ടോ, ഏതെങ്കിലും മൃതദേഹങ്ങളോ അല്ലെങ്കിൽ ശരീരാവശിഷ്ടങ്ങളോ ഈ പറയുന്ന സ്ഥലങ്ങളിൽ നിന്ന് കണ്ടെത്താനായിട്ടുണ്ടോ എന്നാണ് പ്രാഥമികമായി അന്വേഷണം നടത്തുക. അതിന്റെ അടിസ്ഥാനത്തിൽ നേരത്തെ വെളിപ്പെടുത്തൽ നടത്തിയ, കോടതിയിൽ ഉൾപ്പെടെ മൊഴി നൽകിയ ശുചീകരണ തൊഴിലാളിയെ വീണ്ടും ചോദ്യം ചെയ്യും. അദ്ദേഹം പറയുന്ന സ്ഥലങ്ങളിൽ കുഴിയെടുക്കും. ആദ്യഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള മൃതദേഹങ്ങൾ കണ്ടെത്തുകയും അതിന്റെ DNA പരിശോധനയിൽ നേരത്തെ പരാതി ലഭിച്ച, അതായത് മാൻ മിസ്സിംഗ് ഉൾപ്പെടെ ഉണ്ട് എന്ന് കണ്ടെത്തുകയും അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർന്ന് അന്വേഷണവും മുന്നോട്ട് കൊണ്ടുപോവുക. എന്തായാലും 100-ലേറെ പെൺകുട്ടികളെയും സ്ത്രീകളെയും ഈ ക്ഷേത്രം കേന്ദ്രീകരിച്ച് കാണാതായിട്ടുണ്ട് എന്ന് നേരത്തെ തന്നെ പരാതി ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഈ പല സ്ഥലങ്ങളിലും പരാതി നൽകിയപ്പോൾ പോലീസ് സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല എന്ന തരത്തിലുള്ള പരാതികളും ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഈ മലയാളികൾ ഉൾപ്പെടെ ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കുകയും വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാവുകയും കോടതിയെ സമീപിക്കുകയും ഒക്കെ ചെയ്തത്. പക്ഷെ അന്നൊന്നും കൃത്യമായി ഈ സംഭവം അല്ലെങ്കിൽ ഇതിൽ അന്വേഷണം മുന്നോട്ട് പോയിരുന്നില്ല. അതിനിടയിലാണ് ഈ ക്ഷേത്രത്തിലെ ശുചീകരണ തൊഴിലാളി തന്നെ താൻ ഇത്തരത്തിൽ കൊലപാതകം നടത്തി അല്ലെങ്കിൽ തന്നോട് ആവശ്യപ്പെട്ടത് പ്രകാരം കൊല്ലപ്പെട്ട സ്ത്രീകളുടെയും കുട്ടികളുടെയും ഉൾപ്പെടെയുള്ള മൃതദേഹങ്ങൾ സംസ്കരിച്ചിട്ടുണ്ട്, കുഴിയെടുത്ത് സംസ്കരിച്ചിട്ടുണ്ട്, അത് നിർബന്ധപൂർവം മേലുദ്യോഗസ്ഥരുടെയും അതോടൊപ്പം തന്നെ ക്ഷേത്രം ഭാരവാഹികളുടെയും നിർദ്ദേശപ്രകാരമാണ് അത്തരത്തിലൊരു പ്രവൃത്തി ചെയ്തത് എന്ന് സ്വമേധയാ വെളിപ്പെടുത്തൽ നടത്തിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് വനിതാ കമ്മീഷൻ ഉൾപ്പെടെ ഈ കാര്യത്തിൽ ഇടപെടുകയും ഇപ്പോൾ അന്വേഷണത്തിൽ കൃത്യമായ ഒരു അന്വേഷണത്തിലേക്ക് പോവുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും അടുത്ത ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ആരംഭിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ശരി സരീഷ്, കർണാടകയിലെ ധർമ്മസ്ഥല കൊലപാതക പരമ്പര അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചിരിക്കുകയാണ് സർക്കാർ. ആ വിവരങ്ങളാണ് സരീഷ് PK നൽകിയത്.